നോളജ് പ്ലാറ്റ്ഫോം. അപ്പൊ ഞാൻ ഇന്ന് ഒരു പുതിയ പേപ്പർ കൊണ്ടാണ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വന്നിരിക്കുന്നത്. നമ്മുടെ BMP 002 BBA പേപ്പറാണ്. ഓപ്പറേഷൻസ് മാനേജ്മെന്റ് എന്നാണ് ഈ ഒരു പേപ്പറിന്റെ പേര്. അപ്പൊ ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ്. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് ഈ ഒരു പേപ്പറിൽ പഠിക്കാൻ പോകുന്നത്, എത്ര യൂണിറ്റ്സ് ഉണ്ട്, എത്ര ബ്ലോക്കുകൾ ഉണ്ട്, തുടങ്ങി ഏതൊക്കെ യൂണിറ്റ്സിൽ എന്തൊക്കെ പഠിക്കുന്നുണ്ട് എന്നുള്ള ഒരു മേജർ ഔട്ട്ലൈൻ തരിക എന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ആദ്യം എന്താണ് ഓപ്പറേഷൻസ് മാനേജ്മെന്റ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ഓപ്പറേഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത് there are certain activities which help to transform input into outputs. അതായത് നമുക്കറിയാം, നമുക്ക് എന്തെങ്കിലും ഒരു ഫിനിഷ്ഡ് ഗുഡ്സ് അല്ലെങ്കിൽ നമുക്കൊരു സർവീസ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് കുറച്ച് ഇൻപുട്സ് കൊടുക്കും. അപ്പൊ ആ ഇൻപുട്സ് എന്ന് പറയുന്നത് ലേബർ ആവാം, ക്യാപിറ്റൽ ആവാം, മെറ്റീരിയൽ ആവാം, ടെക്നോളജി ആവാം, എന്ത് വേണമെങ്കിലും ആവാം അല്ലെ. ഈ ഇൻപുട്സിനെ പ്രോസസ് ചെയ്ത് ട്രാൻസ്ഫോം ചെയ്താണ് നമ്മൾ ഔട്ട്പുട്സ് അഥവാ ഫിനിഷ്ഡ് ഗുഡ്സ് ഓർ സർവീസ് ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇതൊരു ലെങ്തി പ്രോസസ് ആണ്. അപ്പോ ഈ ഒരു പ്രോസസ്സില് ഈ പറയുന്ന ആക്ടിവിറ്റീസിനെ പ്ലാൻ ചെയ്യാനും കൺട്രോൾ ചെയ്യാനും കോർഡിനേറ്റ് ചെയ്യാനും എല്ലാം എന്ത് വേണം? വി നീഡ് സർട്ടൺ സ്ട്രാറ്റജീസ്, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ആൾക്കാരെ വേണം അല്ലെ. അതാണ് ആക്ച്വലി ഓപ്പറേഷൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ പ്ലാൻ ചെയ്ത് ചെയ്യുന്നത്? നമുക്ക് അവിടെ എഫിഷ്യൻസി കൂട്ടണം, പ്രോഫിറ്റബിലിറ്റി കൂട്ടണം. അത് മാത്രമല്ല, നമ്മുടെ മെയിൻ എയിം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ കസ്റ്റമറിനെ സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പൊ ഓപ്പറേഷൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ: പ്ലാനിങ്, കോർഡിനേറ്റിംഗ് ആൻഡ് കൺട്രോളിംഗ് ഓഫ് വാട്ട് ദിസ് ട്രാൻസ്ഫോർമേഷൻ ആക്ടിവിറ്റി. എന്തിനു വേണ്ടിയിട്ട്? ടു മാക്സിമൈസ് ദ എഫിഷ്യൻസി, പ്രോഫിറ്റബിലിറ്റി ആൻഡ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. ഇതാണ് ഓപ്പറേഷൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ മെയിൻലി ഡീൽ ചെയ്യുന്നത് നമ്മുടെ റിസോഴ്സസിനെ കുറിച്ചാണ്. അതായത് എങ്ങനെ നമ്മുടെ റിസോഴ്സസിനെ എഫക്റ്റീവ് ആയിട്ടും എഫിഷ്യന്റ് ആയിട്ടും യൂട്ടിലൈസ് ചെയ്ത് നമുക്ക് ഗുഡ്സും സർവീസസും പ്രൊഡ്യൂസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ മെയിൻലി ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. സോ ഓപ്പറേഷൻസ് മാനേജ്മെന്റ് ആണ് നമ്മുടെ ക്വാളിറ്റി, പ്രൊഡക്ടിവിറ്റി തുടങ്ങിയ പല കാര്യങ്ങളും ഫണ്ടമെന്റൽ റോൾ ഉള്ളത് ഓപ്പറേഷൻസ് മാനേജ്മെന്റ് ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. സോ ഈ ഒരു കോഴ്സിൽ എങ്ങനെ ഓപ്പറേഷണൽ മാനേജ്മെന്റ് ഡിസിഷൻസ് പ്രോപ്പറായിട്ട് എടുക്കാം, അതുവഴി എങ്ങനെ ഓർഗനൈസേഷണൽ കോമ്പറ്റീവ്നെസ് ഇൻക്രീസ് ചെയ്യാം, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഇൻക്രീസ് ചെയ്യാം എന്നുള്ളതൊക്കെ ആയിരിക്കും നമ്മൾ ലേൺ ചെയ്യാനായിട്ട് പോകുന്നത്. 6 ബ്ലോക്സ് ആണ് വരുന്നത്. 6 ബ്ലോക്സിലും കൂടിയായിട്ട് 20 യൂണിറ്റ്സ് ആയിരിക്കും ഈ ഒരു കോഴ്സിൽ നമുക്ക് വരുന്നത്. നമുക്ക് ഓരോ ബ്ലോക്കിൽ വരുന്ന യൂണിറ്റ്സും എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ നമുക്ക് നോക്കാം. സോ ബ്ലോക്ക് 1 എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇൻട്രൊഡക്ഷൻ ആയിരിക്കും അവിടെ. സോ ഇൻട്രൊഡക്ഷൻസ് ടു ഓപ്പറേഷൻസ് മാനേജ്മെന്റ് ആൻഡ് പ്രോസസ് അനാലിസിസ് എന്നാണ് ബ്ലോക്കിന്റെ പേര് വരുന്നത്. ഈ ഒരു ബ്ലോക്കിൽ 3 യൂണിറ്റ്സ് ആണ് ഉള്ളത്. പേര് പോലെ തന്നെ ഫണ്ടമെന്റൽസ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് മാനേജ്മെന്റിന്റെ ഫണ്ടമെന്റൽസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുന്നതിലുള്ള ഇവരുടെ റോൾ എന്താണ്, സ്ട്രാറ്റജിക് റോൾ ഓഫ് ഓപ്പറേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളും, പ്രോഡക്റ്റ് ആൻഡ് പ്രോസസ് അനാലിസിസ് അത് തമ്മിലുള്ള ഇന്റർ ഡിപ്പെൻഡൻസ് കാര്യങ്ങളും, ഇതെല്ലാം ആയിരിക്കും നമ്മൾ ഈ ബ്ലോക്ക് 1 ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഒരു ഫൗണ്ടേഷൻ ആയിട്ടാണ് ഈ ഒരു ബ്ലോക്ക് 1 ആക്ട് ചെയ്യുന്നത്. അപ്പൊ ബ്ലോക്ക് 1 3 യൂണിറ്റ്സ് ഉണ്ട് എന്ന് പറഞ്ഞു. ഏതൊക്കെയാ യൂണിറ്റ്സ് നോക്കിയേ. ഫസ്റ്റ് വൺ ഫണ്ടമെന്റൽസ് ഓഫ് ഓപ്പറേഷൻസ് മാനേജ്മെന്റ് ആൻഡ് പ്രോസസ്. ബേസിക് കോൺസെപ്റ്റ്സ് അല്ലെങ്കിൽ ഓപ്പറേഷൻസ് മാനേജ്മെന്റ് സ്കോപ്പ്, അതേപോലെ എക്സിസ്റ്റിംഗ് ട്രെൻഡ് എന്തൊക്കെയാണ്, എമർജിംഗ് ട്രെൻഡ്സ് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ആയിരിക്കും നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ദെൻ കമ്മിങ് ടു യൂണിറ്റ് 2ന്റെ പേര് ഓപ്പറേഷൻ സ്ട്രാറ്റജി എന്നാണ്. ഇവിടെ എങ്ങനെ നമ്മുടെ ഓപ്പറേഷണൽ ഡിസിഷൻസിനെ നമ്മുടെ ബിസിനസ് സ്ട്രാറ്റജി ആയിട്ട് അലൈൻ ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ളതാണ് നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. അതിന്റെ കീ കമ്പോണൻസും എലമെന്റ്സും കാര്യങ്ങളെല്ലാം നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. ദെൻ യൂണിറ്റ് 3 ഓവർവ്യൂ ഓഫ് പ്രോഡക്റ്റ് ആൻഡ് പ്രോസസ്. ഇവിടെ പ്രോഡക്റ്റ്, സർവീസ്, പ്രോസസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചായിരിക്കും നമ്മൾ പഠിക്കുന്നത്. ഇതിനെ എങ്ങനെ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാനായിട്ട് അലൈൻ ചെയ്യും. നമ്മളവിടെ ഡിഫറെന്റ് പ്രോസസ്സിനെ കുറിച്ച് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എങ്ങനെ സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രോസസ്സ്, ഓരോ പ്രോഡക്റ്റിനും എന്തായിരിക്കും, ഓരോ പ്രോസസ് ആയിരിക്കും അല്ലെ. സോ എങ്ങനെ ഒരു സ്യൂട്ടബിൾ പ്രോസസ്സ് നമുക്ക് സെലക്ട് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. ദെൻ കമ്മിങ് ടു ബ്ലോക്ക് 2 പ്രോഡക്റ്റ് ഡിസൈൻ ആൻഡ് ഫെസിലിറ്റി ലേഔട്ട് ആണ് ബ്ലോക്ക് 2ന്റെ പേര്. ഇവിടെയും നമുക്ക് 3 യൂണിറ്റ്സ് ആണ് വരുന്നത്. ഇവിടെ മെയിൻ ആയിട്ട് നമ്മൾ പ്രോഡക്ട്സിനെ കുറിച്ചും അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഡിസൈനെ കുറിച്ചും
ഫെസിലിറ്റി പ്ലാനിങ്ങിനെ കുറിച്ചും മറ്റുമായിരിക്കും ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് രണ്ടും നമ്മുടെ ഓപ്പറേഷൻസ് മാനേജ്മെന്റ് ബാക്ക് ബോൺ ആയിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഒരു പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ ആ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി, ഫീച്ചേഴ്സ്, എല്ലാ കാര്യങ്ങളും അതിൽ ഇൻക്ലൂഡ് ആവും അല്ലെ. അതേപോലെ തന്നെയാണ് ഫെസിലിറ്റി പ്രോപ്പർ. ഇപ്പൊ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഫെസിലിറ്റി ലേ ഔട്ട് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവിടെ എഫിഷ്യൻസി കൂടും, പ്രൊഡക്ടിവിറ്റി കൂടും ഒക്കെ ചെയ്യും. സോ അതാണ് ഈ ഒരു ബ്ലോക്കിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഏതൊക്കെയാണ് നമ്മുടെ 3 യൂണിറ്റ്സ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ പ്രോഡക്റ്റ് ഡിസൈൻ ആണ്, നമ്മുടെ യൂണിറ്റ് 4 ആണ്. പ്രോഡക്റ്റ് ഡിസൈൻ എന്ന് പറയുമ്പോൾ എങ്ങനെ ഒരു പ്രോഡക്റ്റിനെ ഡിസൈൻ ചെയ്യാം, അതിന് ഡിഫറെന്റ് അപ്രോച്ചസ് ഉണ്ട്, പ്രോസസ് ഉണ്ട്, ആ കാര്യങ്ങളെല്ലാം നമ്മൾ പറയുന്നുണ്ട്. ദെൻ എങ്ങനെ ആ ഒരു കോൺസെപ്റ്റിനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാം, അതിന് ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ദെൻ ഡിസൈൻ ചോയ്സസിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്, ഇപ്പൊ പല പ്രോഡക്ട്സിനും പല ചോയ്സ് ഓഫ് ഡിസൈൻ ആയിരിക്കും അല്ലെ. അപ്പൊ അതിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് പഠിക്കുന്നുണ്ട്. ഇനി എങ്ങനെ പ്രോഡക്റ്റ് ഡിസൈനിനെ ഓർഗനൈസേഷൻ സ്ട്രാറ്റജി ആയിട്ട് അലൈൻ ചെയ്യാം. നമ്മളെല്ലാം ചെയ്യുന്നത് നമ്മുടെ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാനാണ്. സോ എങ്ങനെ ഇതിനെ അലൈൻ ചെയ്യാന്നുള്ള കാര്യം നമ്മളിവിടെ നോക്കുന്നുണ്ട്. എന്നിട്ട് യൂണിറ്റ് 5 ഫെസിലിറ്റി ലൊക്കേഷൻ ആണ്. പ്രോപ്പർ ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ അല്ലെ നമുക്ക് വളരെ ആവശ്യം. നമ്മുടെ ബിസിനസ് എപ്പോഴും എവിടെ എക്സിസ്റ്റ് ചെയ്യണം, ഒരു പ്രോപ്പർ ആയിട്ടുള്ള ലൊക്കേഷൻ വേണം. സോ അവിടെ എന്താണ് കോസ്റ്റ് കുറവായിട്ടുള്ള, എഫിഷ്യൻസി കൂട്ടാൻ പറ്റിയ, അതേപോലെ കസ്റ്റമറിന് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള, അല്ലെങ്കിൽ നല്ലൊരു കസ്റ്റമർ സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ലൊക്കേഷൻ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട് അല്ലെ. സോ ഇതിനെ കുറിച്ചായിരിക്കും നമ്മൾ യൂണിറ്റ് 5 ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആൻഡ് ലാസ്റ്റ്, ഈ ഒരു ബ്ലോക്കിലെ ലാസ്റ്റ് യൂണിറ്റ് ആണ് ഫെസിലിറ്റി ലേ ഔട്ട്, യൂണിറ്റ് 6 എന്ന് പറയുന്നത്. ഇവിടെ ഒരു ഓർഗനൈസേഷന്റെ ഉള്ളിൽ തന്നെ എങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് ഫെസിലിറ്റീസിനെ, എങ്ങനെ നമുക്ക് ഫെസിലിറ്റീസിനെ അറേഞ്ച് ചെയ്യാം, ഇതാണ് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ഒരുപാട് ലേ ഔട്ട് പ്ലാനിങ് ടെക്നിക്സ് കാര്യങ്ങളെല്ലാം അതുമെല്ലാം നമ്മൾ ഈ ഒരു യൂണിറ്റിൽ കവർ ചെയ്ത് പോകുന്നുണ്ട്. ദെൻ ബ്ലോക്ക് 3 ഇൻവെന്ററി മാനേജ്മെന്റ് ആണ്. ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ബഫർ ആണ് അല്ലെ. അതായത് സപ്ലൈയും ഡിമാൻഡും തമ്മിലുള്ള ഒരു ബഫർ ആയിട്ട് നമുക്ക് ഇൻവെന്ററിനെ വിളിക്കാം. കാരണം നമുക്ക് എന്താണ്, നമുക്ക് ഡിമാൻഡ് ഒരുപാടുണ്ട്, സോ പക്ഷെ നമ്മുടെ കയ്യിൽ സപ്ലൈ ചെയ്യാൻ മെറ്റീരിയൽ ഇല്ലെങ്കിൽ ശരിയാവുമോ? ഇല്ല. ഇനി ഡിമാൻഡ് കുറവാ, പക്ഷെ നമ്മുടെ കയ്യിൽ എന്തുണ്ട്, എക്സസീവ് ആയിട്ടുള്ള സപ്ലൈ ഉണ്ടെങ്കിൽ, അതായത് ഇൻവെന്ററി ഉണ്ടെങ്കിൽ ശരിയാവോ? ഇല്ല. സോ ഇത് രണ്ടും നമ്മൾ പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ഇതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഇൻവെന്ററി മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇൻവെന്ററി മാനേജ്മെന്റ് നമുക്ക് അവിടെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. നമുക്ക് എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഒരു കോസ്റ്റ് റിഡക്ഷൻ കാര്യങ്ങൾക്കെല്ലാം വേണ്ടിയിട്ട്. അപ്പൊ ബ്ലോക്ക് 3യിലും നമുക്ക് 3 യൂണിറ്റ്സ് ആണ് വരുന്നത്. ഇൻവെന്ററി മാനേജ്മെന്റിന്റെ ടൈപ്സും പ്രോസസ്സും ഇമ്പോർട്ടൻസും കോൺസെപ്റ്റ്സും എല്ലാം നമ്മൾ അതിൻ്റെ ഉള്ളിൽ പറയുന്നുണ്ട്. നമ്മുടെ ജസ്റ്റ് ഇൻ ടൈം, JIT സിസ്റ്റം തുടങ്ങിയ പല കാര്യങ്ങളും നമ്മൾ ഈ ഒരു ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ ഈ ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് വരുന്ന യൂണിറ്റ് 7 ഇൻട്രൊഡക്ഷൻ ടു ഇൻവെന്ററി മാനേജ്മെന്റ് ആണ്. അപ്പൊ ആ ഒരു കോൺസെപ്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതിന്റെ സിഗ്നിഫിക്കൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. പല തരത്തിലുള്ള ഇൻവെന്ററി ഉണ്ട്. ഇപ്പൊ നമുക്ക് റോ മെറ്റീരിയൽ ഉണ്ട്, വർക്ക് ഇൻ പ്രോഗ്രസ് ഉണ്ട്, ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ട്, അതിനെല്ലാം കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇൻവെന്ററി മാനേജ്മെന്റ് ഒബ്ജക്റ്റീവ്സ് പറയുന്നുണ്ട്. അതേപോലെ അതിന്റെ പല ടെക്നിക്സ്, ഇപ്പൊ നമുക്ക് ABC അനാലിസിസ് ഉണ്ട്, വെഡ് അനാലിസിസ് ഉണ്ട്, അങ്ങനെ പല അനാലിസിസ് ടെക്നിക്സ് കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്ത് പോകും. ദെൻ യൂണിറ്റ് 8 ആണ് ഇൻവെന്ററി മോഡൽസ് എന്ന് പറയും. സോ നമുക്ക് ഇൻവെന്ററി മാനേജ്മെന്റിന് വേണ്ടിയിട്ട് ഒരുപാട് മോഡൽസ് കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ EOQ എന്ന് പറയുന്നത്, എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മോഡലാണ്. അപ്പൊ നമ്മളൊരു പ്രോപ്പർ മോഡൽ സെറ്റ് ചെയ്താലേ നമുക്ക് കോസ്റ്റും മറ്റും റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ദെൻ യൂണിറ്റ് 9 വരുന്നുണ്ട് JIT ആൻഡ് ലീൻ മാനുഫാക്ചറിങ്. അതായത് കുറച്ച് മോഡേൺ അപ്രോച്ചസിലേക്ക്. അപ്പൊ JIT എന്ന് പറയുന്നത് ജസ്റ്റ് ഇൻ ടൈം സിസ്റ്റം ആണ്, അതേപോലെ ലീൻ മാനുഫാക്ചറിങ്, ഇതെല്ലാം കുറച്ചുകൂടി പുതിയ കോൺസെപ്റ്റ്സ് ആണ്. ഇതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കൈസണും കൺബാനും പോലത്തെ പല ടെക്നിക്സിനെ കുറിച്ച് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. ദെൻ ബ്ലോക്ക് 4 ആണ്. ബ്ലോക്ക് 4 നമുക്ക് പഠിക്കാനുള്ളത് സപ്ലൈ ചെയിൻ മാനേജ്മെന്റിനെ കുറിച്ച്. സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരു പ്രോഡക്റ്റോ സർവീസോ നമ്മളത് പ്രൊക്യൂർ ചെയ്ത് മാനുഫാക്ചർ ചെയ്ത് അത് എൻഡ് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്ന ഒരു കംപ്ലീറ്റ് പ്രോസസ്സാണ് ഒരു സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, ഒരു സപ്ലൈ ചെയിൻ എന്ന് പറയുന്നത്. സോ ഈ സപ്ലൈ ചെയിനെ കുറിച്ചായിരിക്കും നമ്മൾ ഈ പറയുന്ന ബ്ലോക്ക് 4 ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പൊ ബ്ലോക്ക് 4 നമുക്ക് 4 യൂണിറ്റ്സ് ആണ് വരുന്നത്. അത് SCMന്റെ കോൺസെപ്റ്റ്സും പ്രൊക്യൂർമെന്റ്സിനെ കുറിച്ചും ലോജിസ്റ്റിക്സ് ആക്ടിവിറ്റീസിനെ കുറിച്ചും ഒക്കെയാണ്
ഈ ഒരു 4 യൂണിറ്റ്സ് നമ്മൾ കവർ ചെയ്ത് പോകും. സോ നമ്മുടെ യൂണിറ്റ് 10 ആണ് നമ്മുടെ ബ്ലോക്ക് 4ലെ ഫസ്റ്റ് യൂണിറ്റ്. സപ്ലൈ ചെയിൻ എന്താന്നുള്ളതാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിന്റെ ഒരു കോൺസെപ്റ്റ്, സ്കോപ്പ്, സ്ട്രക്ചർ എങ്ങനെയാണ്, മാനേജ്മെന്റ് എങ്ങനെയാണ്, ഇനി സപ്ലൈ ചെയിന്റെ റോൾ എന്താണ് ഒരു ഓർഗനൈസേഷനിൽ, പിന്നെ ഓട്ടോമാറ്റിക്കലി ഒരുപാട് ടെക്നോളജീസ് ഉണ്ട്. സോ എന്തൊക്കെയാണ് ഈ പറയുന്ന റോൾ ഓഫ് ടെക്നോളജി ഇൻ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, ഈ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ദെൻ യൂണിറ്റ് 11 ഇസ് പ്രൊക്യൂർമെന്റ്. അപ്പൊ ആ ഒരു പ്രൊക്യൂർമെന്റ് പ്രോസസ്, പ്രൊക്യൂർമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ പറഞ്ഞല്ലേ നമുക്ക് കുറച്ച് ഇൻപുട്സ് വേണം, ഇൻപുട്സ് ഉണ്ടെങ്കിലേ പ്രോസസ് ചെയ്ത് നമുക്ക് ഔട്ട്പുട്ട് ആക്കാൻ പറ്റൂ, അല്ലെങ്കിൽ ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കാൻ പറ്റൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പ്രൊക്യൂർമെന്റ് എന്ന് പറയുന്നത് ഇൻപുട്സിനെ അക്വയർ ചെയ്യുന്നതാണ്. ഒരു സപ്ലയറുടെ കയ്യിൽ നിന്ന് നമ്മളൊരു ഗുഡ്സോ സർവീസോ അക്വയർ ചെയ്യുന്നതാണ് പ്രൊക്യൂർമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് അവിടെ പറയുന്നുണ്ട്, പ്രൊക്യൂർമെന്റ് പ്രോസസ് പറയുന്നുണ്ട്. നമുക്ക് 7 hours ഓഫ് പ്രൊക്യൂർമെന്റ് പഠിക്കാനുണ്ട്. ഇനി ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദെൻ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ്, അത് ലോജിസ്റ്റിക്സ് ആണ് നമ്മുടെ യൂണിറ്റ് 12 എന്ന് പറയുന്നത്. സോ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ്, ലോജിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ പൊതുവെ മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ് മീൻ ചെയ്യുന്നത്. അപ്പോൾ അവിടെ മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ പഠിക്കുന്നുണ്ട്, കണ്ടെയ്നറൈസേഷനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, പലതരത്തിലുള്ള ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, വെയർ ഹൗസിംഗ്, അതേപോലെ റിവേഴ്സ് ലോജിസ്റ്റിക്സ് തുടങ്ങിയ പല കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ദെൻ വെയർ ഹൗസിംഗ്, നമുക്ക് വെയർ ഹൗസിംഗ് എന്ന് പറയുന്നത് എന്താണ്, സ്റ്റോറിംഗ് ആണ് അല്ലെ. വെയർ ഹൗസ് എന്തിനാ യൂസ് ചെയ്യുന്നത്, ഗുഡ്സും സർവീസും സ്റ്റോർ ചെയ്യാൻ. സോ സ്റ്റോറിംഗ്, ഹാൻഡ്ലിംഗ്, ഡിസ്ട്രിബ്യൂട്ടിംഗ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. നമുക്ക് പലതരത്തിലുള്ള വെയർ ഹൗസസ് ഉണ്ട്, അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇനി പല മോഡേൺ ടെക്നോളജീസ് ഉണ്ട്, ഇപ്പൊ ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ടെക്നോളജി വരുന്നുണ്ട്, അതേപോലെ മോഡേൺ ആയിട്ടുള്ള വെയർ ഹൗസിംഗ് പ്രാക്ടീസസ് കാര്യങ്ങൾ വരുന്നുണ്ട്, ഫെസിലിറ്റീസ് വരുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ ബ്ലോക്ക് 5 ആണ് പ്രോഡക്റ്റ് പ്ലാനിങ് ആൻഡ് ക്വാളിറ്റി മാനേജ്മെന്റ്. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് പ്രൊഡക്ഷനെ പ്ലാൻ ചെയ്ത് എന്ത് ചെയ്യണം, നമ്മുടെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത് നമ്മുടെ ഓപ്പറേഷൻസ് മാനേജ്മെന്റ് മെയിൻ ആയിട്ടുള്ള ഒരു എയിം ആണ് അല്ലെ. അപ്പൊ എങ്ങനെയാണ് ഈ ക്വാളിറ്റി മാനേജ് ചെയ്യേണ്ടത്, എങ്ങനെ വേണം നമ്മുടെ പ്രൊഡക്ഷനെ നമ്മൾ പ്ലാൻ ചെയ്യാനായിട്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഈ ഒരു ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു ബ്ലോക്കിലും നമുക്ക് 3 യൂണിറ്റ്സ് ആണ് വരുന്നത്. ഇപ്പൊ പ്രൊഡക്ഷൻ പ്ലാനിങ് ടെക്നിക്സിനെ കുറിച്ച് പറയുന്നുണ്ട്, ക്വാളിറ്റി മാനേജ്മെന്റിന്റെ ടൂൾസ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, പുതിയ മോഡേൺ അപ്രോച്ചസ് കാര്യങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ 6 സിഗ്മ, TQM പോലത്തെ പല കാര്യങ്ങളും നമ്മൾ ഈ ഒരു ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ്, യൂണിറ്റ് 14 ആണ്, പ്രോഡക്റ്റ് പ്ലാനിങ് ആൻഡ് കൺട്രോൾ ആണ് വരുന്നത്. ഇവിടെ പ്രോഡക്റ്റ് പ്ലാനിങ് ടൂളിനെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഒബ്ജക്റ്റീവ്, കോൺസെപ്റ്റ്, ഫങ്ഷൻസ്, ടെക്നിക്സ് കാര്യങ്ങളെല്ലാം ആയിരിക്കും നമ്മൾ ഈ ഒരു യൂണിറ്റിൽ പറയുന്നത്. ദെൻ യൂണിറ്റ് 15 ഇസ് ക്വാളിറ്റി മാനേജ്മെന്റ്. എന്താണ് ക്വാളിറ്റി മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് ഒരു ഫേമില് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ, വാട്ട് ഇസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് മാനേജിങ് ക്വാളിറ്റി എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. അതിന്റെ ഡിഫറെന്റ് ഡയമെൻഷൻസ് പറയുന്നുണ്ട്. പിന്നെ അതിന്റെ ഇൻസ്പെക്ഷൻ മാത്രമല്ല, അതിനെ കുറച്ചും കൂടി ബ്രോഡ് കോൺസെപ്റ്റ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ദെൻ യൂണിറ്റ് 16 ഇസ് പ്രോസസ് ഇംപ്രൂവ്മെന്റ്. ഇവിടെ നമ്മൾ കുറച്ച് മോഡേൺ പ്രോസസ്സിനെ കുറിച്ച്, അതായത് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്നതിനെ കുറിച്ചായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പൊ 6 സിഗ്മയൊക്കെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. അതൊക്കെ ആയിരിക്കും നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട്. ആൻഡ് കമ്മിങ് ടു എ ലാസ്റ്റ് ബ്ലോക്ക്, ബ്ലോക്ക് 6, എമർജിംഗ് ട്രെൻഡ്സ് ഇൻ ഓപ്പറേഷൻസ് മാനേജ്മെന്റ്. ഇപ്പോ നമുക്ക് AI ഉണ്ട്, ടെക്നോളജി ഉണ്ട്, ഗ്ലോബലൈസേഷൻ വന്നു, ഒരു ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജിലാണ് അല്ലെ നമ്മളിന്ന് നിൽക്കുന്നത്. സോ ഇതെല്ലാം ഓട്ടോമാറ്റിക്കലി എന്തിനെ എഫക്ട് ചെയ്തിട്ടുണ്ടാവും, ഓപ്പറേഷൻസ് മാനേജ്മെന്റിനെയും എഫക്ട് ചെയ്തിട്ടുണ്ടാവും. സോ എന്തൊക്കെയാണ് പുതിയ ട്രെൻഡ്സ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. 4 യൂണിറ്റ്സ് ആയിട്ടാണ് ഈ ഒരു ബ്ലോക്കിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് യൂണിറ്റ് 17 എന്ന് പറയുന്നത് പ്രോജക്ട് മാനേജ്മെന്റ് ആണ്. എങ്ങനെ നമ്മൾ പ്രോജക്ട്സിനെ മാനേജ് ചെയ്യുന്നു, അതിന്റെ പ്രിൻസിപ്പിൾസ്, പ്രാക്ടീസ് കാര്യങ്ങളൊക്കെയാണ്. നമ്മളൊരു പ്രോജക്ട് ലൈഫ് സൈക്കിൾ, അല്ലെങ്കിൽ പ്രോജക്ട് പ്ലാനിങ് ടൂൾസ്, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ സ്ട്രക്ചേഴ്സ് എങ്ങനെയാണ് ഫോർ പ്രോജക്ട് പ്ലാനിങ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ദെൻ യൂണിറ്റ് 18 ഗ്ലോബലൈസേഷൻ ആൻഡ് ഓപ്പറേഷൻസ് മാനേജ്മെന്റ്. ഇപ്പൊ ഗ്ലോബലൈസേഷൻ വന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് ചേഞ്ചസ് ഉണ്ടായി. സോ എന്താണ്, വാട്ട് ഇസ് ദ ഇമ്പാക്ട് ഓഫ് ഗ്ലോബലൈസേഷൻസ് ഇൻ ഓപ്പറേഷൻസ് മാനേജ്മെന്റ് എന്നുള്ളതായിരിക്കും നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ യൂണിറ്റ് 19 ഇസ് IT ഇൻ ഓപ്പറേഷൻസ് മാനേജ്മെന്റ്. എങ്ങനെ
IT ഇൻഫർമേഷൻ ടെക്നോളജി നമുക്ക് ഓപ്പറേഷൻസ് മാനേജ്മെന്റിൽ യൂസ് ചെയ്യാം എന്ന് പറഞ്ഞു. പ്ലാൻ ചെയ്യാനും കൺട്രോൾ ചെയ്യാനും ഷെഡ്യൂൾ ചെയ്യാനും ഇൻവെന്ററി മാനേജ് ചെയ്യണം. ഇതിലൊക്കെ എങ്ങനെ IT യൂസ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ലാസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് യൂണിറ്റ് 20 ആണ്. അവിടെ കുറച്ച് റിയൽ സിറ്റുവേഷൻ, റിയൽ വേൾഡ് കേസ് സ്റ്റഡീസ് ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. സോ ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള നോളേജ് കൂടി നമുക്ക് ആവശ്യമായി വരുന്നുണ്ട് അല്ലെ. സോ അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു യൂണിറ്റ് അവിടെ ഇൻക്ലൂഡ് ചെയ്തത്. 20 യൂണിറ്റ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. പക്ഷെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പേപ്പർ ആണ്. അപ്പൊ നമുക്ക് ഓരോ യൂണിറ്റ്സ് ആയിട്ട് അടുത്തടുത്ത സെഷൻസിൽ പഠിച്ച് പോവാം. സോ നെക്സ്റ്റ് സെഷനിൽ കാണാം. താങ്ക് യു.